ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, പറ്റിക്കരുതേ. നമ്മളിവിടെ ചെയ്യാൻ പോണത് ഒരു മീൻ കറി ആട്ടോ, അയലക്കറി വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചപ്പോഴാണ് ആവണി പെട്ടെന്ന് തന്നെ വന്നത് കേട്ടോ. ക്ലാസ്സിൽ പോകാൻ റെഡി ആയിട്ടാണ് വന്നത്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയുമെന്ന് പറഞ്ഞപ്പോൾ ഫോണിൻ്റെ മുന്നിൽ നിന്നിട്ട് ഓരോന്ന് കാണിക്കുക കേട്ടോ. അതിനുള്ള നേരെ ഉണ്ടായുള്ളൂ, കറക്റ്റ് ടൈമിലാണ് വന്നത്. അപ്പോൾ ഫോണിലൊക്കെ നോക്കിയിട്ട് നിങ്ങളോട് ഹായ് കഴിഞ്ഞിട്ട് ആൾ പോയി. വേറെ ഒന്നിനും നിന്നില്ല കേട്ടോ, ക്ലാസ് തുടങ്ങിയോണ്ട് സമയമില്ല. അപ്പോൾ പോയിട്ടോ ഓരോന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മീനെല്ലാം ഞാനിവിടെ വെട്ടി ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അയിലായിരുന്നേ, അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, കൊടമ്പുളി, വേപ്പില ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഈ മീനിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഒരു ചട്ടിയിലേക്ക് മീനിട്ടിട്ട് അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കുടമ്പുളിയും ഇട്ട് കൊടുത്തു. പിന്നെ വേപ്പിലയും ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തു കേട്ടോ. എരിവുള്ള മുളക് പൊടി കുറച്ചെടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു കളറ് കിട്ടും, കറിക്കൊരു കുറുകലും കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും എടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വെള്ളം ഒഴിച്ച് നമ്മൾ തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു മീൻ കറിയാണേ. വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു, എന്നിട്ട് മൂടി വെച്ചു. അത് വേവിച്ചു കേട്ടോ. ഇത് ശരിക്കും വെള്ളം പറ്റണം. വെള്ളം പറ്റിയാൽ മാത്രമാണ് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ശരിക്കും കിടന്ന് ഇത് വറ്റി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലെടുത്തിരിക്കുന്ന കുറച്ച് തേങ്ങാപ്പാൽ, ഒരു അരമുറി തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്, കട്ടിപ്പാൽ. അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം പറ്റണം. അപ്പം അതിന് വേണ്ടിയിട്ട് അത് മൂടി വെച്ചു കേട്ടോ. ഇത് ശരിക്കും വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുള്ള ആ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തു. സംഭവമൊക്കെ കൊള്ളാം, നന്നായിട്ട് ശരിക്കൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ കറി നല്ല കുറുകി ഇരുന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടെ ഇത്തിരി ചാറ് കൂടുതൽ വേണമെന്ന് തന്നെ കേട്ടോ. അപ്പോൾ അതേ എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചുമന്നുള്ളി ഒരു 5-8 എടുത്തിട്ടുണ്ട്, അതൊന്ന് ചതച്ച് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഒരു തവി വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ചു കൊടുക്കണം. അത് ഇട്ട് പോയിട്ടോ, എടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കാണാനില്ല നോക്കിയിട്ട്. അപ്പോൾ ഒരു തവി വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള അയലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.